ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നു, കർത്താവ് ശക്തീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടോണ്ട് വരുന്ന വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വചനമാകുന്ന മരുന്ന്. ആമേൻ. എത്ര പേരെന്ന് വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചു? ആമേൻ. എന്നാ ഈ ദിവസങ്ങളിൽ വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ച് വ്യത്യാസം വന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് തുടക്കത്തില്? ഇന്ന് പറയുവാൻ ആർക്കെങ്കിലും ഉണ്ടോ? തുടക്കത്തില് സാക്ഷ്യങ്ങൾ പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? കേട്ടില്ല കേട്ടില്ല ക്ലിയർ ആയില്ല. എനിക്ക് കൂടി ക്ലിയർ അല്ല. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ പറഞ്ഞു ജോലി ബദറെ പറഞ്ഞു. എന്താന്ന് ചോദിച്ചാല് പച്ചവെള്ളത്തിലെ കുളി പോലെ തന്നെ എനിക്ക് പച്ചവെള്ളം കുടിക്കുന്നതും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായെന്ന് തോന്നുന്നു. ഞാൻ ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ഒരു മാസം തന്നെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഞാൻ ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, പച്ചവെള്ളം കുടിക്കില്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പച്ചവെള്ളം കുടിക്കാൻ തുടങ്ങി. അതുവരെ യാതൊരു പ്രശ്നമില്ല, സുഖമായിരിക്കുന്നു. ഇന്ന് ജ്യൂസും കുടിച്ചു, യാതൊരു പ്രശ്നമില്ല. തൊണ്ടയ്ക്ക് യാതൊരു ഇറിറ്റേഷനും ഇല്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അസുഖം മാറി, അലർജി മാറി. പച്ചവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുന്നുണ്ട്, പച്ചവെള്ളം ഇപ്പോൾ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി, സ്തുതി. ആമേൻ ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പറഞ്ഞു 30 വർഷമായിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാത്ത ആളാണ്. 8 വർഷമായിട്ട് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ദൈവം അത് തൊട്ടു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവുമാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നമുക്ക് കാണാനും അനുഭവിക്കുവാനും ഏറ്റവും നല്ല സ്ഥലം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? ആമേൻ. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ബ്രദറെ, ഞാൻ പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ട് 8ാമത്തെ ദിവസമായി. എനിക്ക് പ്രഷർ ഇപ്പം ഇന്ന് നോക്കിയപ്പം 138 ഉള്ളു. പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന സമയത്ത് എനിക്ക് 160 ആയിരുന്നു. അങ്ങനെ കർത്താവിന്റെ മരുന്നും കഴിച്ച് എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പ്രഷർ നോർമലി നിൽക്കുന്നു. ആമേൻ. കർത്താവെ, അത് യേശുവിന്റെ നാമത്തിൽ അത് ഫിക്സഡ് ആയി ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ, ഇനിയും മാറ്റങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഇനിയും നടക്കുന്നല്ലോ. ഞാൻ ഓരോ ദിവസവും പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ആ വചനത്തെ അപ്ലൈ ചെയ്യുക. റിസൾട്ട് വരും, നിശ്ചയമായും റിസൾട്ട് വരും. ആമേൻ. നമുക്ക് അല്പനേരം വചനം കേൾക്കാം. വീണ്ടും കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വന്ന വചനം എന്താണെന്നുള്ള ഓർമ്മയുണ്ടോ? എന്ത് ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്ന ഓർമ്മയുണ്ടോ? ദൈവശക്തി ഒഴുകുന്നിടത്തെല്ലാം അത്ഭുതം സംഭവിക്കും. ആമേൻ. ദൈവശക്തിയെ നമ്മൾ ഒഴുകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് ഇന്നലെ? ഒഴുകണമെങ്കിൽ ദൈവശക്തി ഒഴുകുന്നവൻ. നമ്മൾ സാധാരണ വെള്ളം ഒഴുകാൻ വേണ്ടി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അത് നമ്മൾ തുറന്ന് വായ കൊണ്ട് വിശ്വാസത്തോടെ വായ കൊണ്ട് പറയണം. ആമേൻ. നമ്മൾ അതിനു വേണ്ടി ഒരു ചാല് തുറന്നു കൊടുക്കണം, അല്ലേ? നമ്മളത് പറയണം. നമ്മൾ പല രീതിയിൽ അത് പഠിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രായാധിക്യത്തിനകത്തുണ്ടാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, തേയ്മാനങ്ങൾ, എന്ത് രോഗമായിക്കോട്ടെ അതിൻ്റെ ഒക്കെ മേൽ ഇരട്ടി ശക്തി വ്യാപരിക്കുന്നതാണ് ഫിസിക്കൽ സ്ട്രെങ്ത്.
രോഗസൗഖ്യം അതിൽ തന്നെ ഉള്ളതാണ്. രണ്ട്, ഏറ്റവും ഉപരിയായി ഫിസിക്കലി നമ്മൾ സ്ട്രെങ്ത് ആകണമെങ്കിൽ നമ്മൾ സ്പിരിച്വലി ആദ്യം സ്ട്രെങ്ത് ആകണം. അതിനാണ് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടതിൽ ബലപ്പെടുന്നത്. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ പോകാം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട് വരുന്ന ദൈവശക്തിയുടെ ഒഴുക്കിനെ പറ്റിയാണ് യേശുക്രിസ്തുവിലൂടെ വചനത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചന ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സൃഷ്ടിക്കുന്ന ദൈവശക്തി. അതായത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തിക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അതായത് ഇല്ലാത്തൊരു കാര്യത്തെ ഉളവാക്കി എടുക്കുവാൻ ദൈവശക്തിക്ക് കഴിയും. നമ്മൾ തുടക്കത്തിൽ രോഗസൗഖ്യം കേട്ടു, നാളുകളായിട്ടുണ്ടായിരുന്ന അലർജികൾ, നാളുകളായിട്ടുണ്ടായിരുന്ന ബ്ലഡിലെ പ്രഷറിൻ്റെ കൗണ്ടുകൾ, അങ്ങനെയുള്ള പല രോഗങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു രോഗങ്ങൾ. പല രോഗ അവസ്ഥയിൽ നിന്നും സൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സൗഖ്യം ലഭിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവശക്തി, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ദൈവശക്തി. ആമേൻ. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്ന ദൈവശക്തി. ആമേൻ. ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ലോകത്തിൽ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നു കഴിഞ്ഞു, ഇനി നടക്കാൻ പോകുന്നു. ആമേൻ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് എൻ്റെ ദൈവം എന്ന് പറ. മരിച്ചവനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ് എൻ്റെ കർത്താവ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇതും കൊണ്ടൊന്ന് ആഡ് ചെയ്യണം. എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ വചനം പറഞ്ഞ്, റോമാലേഖനത്തിലെ വാക്യമാണ്, ആ വചനം പറഞ്ഞു വേണം നിങ്ങൾ ഒരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്കും ചിന്തയിലേക്കും ഈ ഒരു വാക്ക് കയറണം. എൻ്റെ ദൈവം ചെറിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം മാത്രമല്ല, അവൻ വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ് എൻ്റെ കർത്താവ്. ആമേൻ. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ വചനം. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഫിസിക്കൽ സ്ട്രെങ്ത് കേട്ടു. നമ്മൾ കർത്താവിൽ ഇനി സൃഷ്ടിക്കപ്പെടുന്ന ദൈവശക്തിയെ പറ്റി കേൾക്കാൻ വേണ്ടി പോവാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് ഈ വചനം, നമ്മൾ ശ്രദ്ധിച്ചതാണ് വചനം. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്ന ഒരു ചിന്തയാണ്. ഇന്നും കർത്താവ് പ്രവർത്തിക്കുക. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് എൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാണെന്ന് പറ. ഇന്ന് എൻ്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചോണം, നമുക്കറിയാവുന്ന വാക്യമാണ്. ഇവിടെ പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇനി മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയത്തില്ല. മൈക്ക് നിങ്ങൾ പറഞ്ഞ ഉടനെ ആമേൻ പറഞ്ഞോ, ഹല്ലേലൂയ പറഞ്ഞോ, പ്രതികരിച്ച ഉടനെ തന്നെ സ്ക്രീനെ നോക്കുക. ആ മൈക്കിൻ്റെ എംബ്ലം കാണാൻ പറ്റും. ഇവിടെ മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പം തന്നെ പ്രസ് ചെയ്ത് നോക്കുക, ഒരു റെഡ് ഇൻഡ്യൂ വരുമ്പോൾ മൈക്ക് മ്യൂട്ടായിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ അനുസരണം കാണിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയോണം, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധ, നമ്മൾ എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? നമ്മൾ ഇതെല്ലാം എക്സസൈസ് ചെയ്യണം. ഒരു വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ പ്രാർത്ഥനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം, ബൈബിള് കേൾക്കണം, വചനം വായിക്കണം, തിരിച്ചു വരണം, ഞായറാഴ്ച വീണ്ടും പോകണം, വെള്ളിയാഴ്ച പിന്നെയും പ്രാർത്ഥിക്കണം. ഇതല്ല വിശ്വാസ ജീവിതം. മനസ്സിലാവുന്നുണ്ട്? എൻ്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും വിടുന്നു, എന്തെങ്കിലും വിഷയം വരുമ്പോൾ കർത്താവേ. അതല്ല. ഓരോ ദിവസവും വിശ്വാസത്താൽ ജീവിക്കണം, വിശ്വാസത്താൽ ബലപ്പെടണം. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന, ചലഞ്ച് ചെയ്യുന്ന ഒരു ചിന്തയാണ് അപ്പോസ്തല പ്രവൃത്തി. നിങ്ങൾ പലതവണ എത്ര വായിച്ചാലും നിങ്ങൾ എപ്പോഴും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി. ഞാനൊന്ന് ആലോചിച്ചോട്ടെ, കർത്താവിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് അപ്പോസ്തല പ്രവൃത്തി എന്നുള്ളത്. നിങ്ങൾ നോക്കിക്കേ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തപ്പം പൗലോസ്ലീഹ ഒഴികെയുള്ള എല്ലാവരും സാധാരണക്കാരാണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരാണ്. അപ്പം ഇവരെ ലോകത്തിൽ എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷിയാകുമെന്ന് യേശു പറഞ്ഞത്. അപ്പം ലോകത്തിൽ പല ഭാഷയുണ്ട്, പല കൾച്ചറുകളുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, മനുഷ്യനെ തിന്നുന്നവരുണ്ട്, നരഭോജികളായിട്ടുള്ള ആൾക്കാരുണ്ട്, എതിർക്കുന്നവരുണ്ട്, കൊല്ലുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിലോട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷി ആകണം. ഞാൻ ചോദിച്ചോട്ടെ, ശിഷ്യന്മാർക്ക് ഏകദേശം 30 വയസ്സ് കഴിഞ്ഞവരാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം 30 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്കെല്ലാം പ്രായമുള്ളവരാണ്. ഇനി കർത്താവിൽ വിശ്വസിക്കുന്ന പല പ്രായക്കാരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പല രാജ്യങ്ങളിൽ പോയി, പല ഭാഷക്കാർ, നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നാൽ തന്നെ
നമുക്കറിയാം ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, മറാഠി, ഉറുദു, അങ്ങനെ പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, കർണാടക, തെലുങ്ക്, തമിഴ്, മലയാളം, അങ്ങനെ ഒത്തിരി ഭാഷയുണ്ട്. ഇങ്ങോട്ടൊരു അപ്പോസ്തലനെ കർത്താവ് അയച്ചാൽ അയാൾ ഈ കാശ്മീർ മുതൽ, ജമ്മു കാശ്മീർ മുതൽ അങ്ങ് കേരളം വരെയുള്ള ലാംഗ്വേജ് പഠിച്ചെടുത്ത് സുവിശേഷം പറയുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? നിങ്ങൾ പറ. ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടല്ലേ? തെലുങ്ക് പഠിക്കണം, മറ്റെന്ത് പറയണം, മലയാളം പഠിക്കണം, തമിഴ് പഠിക്കണം, അങ്ങനെയുള്ള മറാഠി പഠിക്കണം, ഹിന്ദി പഠിക്കണം. നമുക്ക് തന്നെ ഇന്ത്യയിൽ താമസിക്കും, നമുക്ക് തന്നെ ആ കൂടി അറിയാതെ ചിലപ്പോൾ മലയാളമോ ചിലപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ ഒക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ നമുക്കും അറിയത്തില്ല. എന്നാൽ കർത്താവെ, അങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും കോൺഫിഡൻസിൽ തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഇതേപോലെ പല ഭാഷക്കാർ, പല കൾച്ചറിൽ ജീവിക്കുന്നവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല സ്വഭാവത്തിൽ ജീവിക്കുന്നവർ, ഇവരുടെ അടുക്കലേക്ക് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പം കർത്താവ് ഇവർ രക്ഷപ്പെടുമെന്നുള്ളതിന് എന്നാ ഉറപ്പെന്ന് വെച്ചാൽ തമ്പുരാൻ പറയും, എൻ്റെ ഉറപ്പാണ് അവരുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഓരോ ദിവസവും ആശ്രയിച്ചാണ് ശിഷ്യന്മാർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് പല പ്രതിസന്ധി അവരുടെ മുമ്പിൽ വന്നപ്പോഴും അതിനെയൊക്കെ മറികടന്ന് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ അവരെ ദൈവം ശക്തീകരിച്ചത്. ഇനി ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്? ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ, ആത്മാവിൽ, പ്രവചനാത്മാവിൽ പറയുന്നു, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ആമേൻ. ആമീൻ. ആമേൻ. ആമേൻ. ആരൊക്കെ ഏറ്റെടുക്കുന്നു? വിശ്വസിച്ചേ. എൻ്റെ രോഗാവസ്ഥയിലിരിക്കുന്ന അവയവങ്ങൾ പുതിയത് സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവൻ എന്നാ തെളിവെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആ തെളിവ് കേൾക്കാൻ പോകും. തെളിവല്ല, ഉറപ്പകത്തോട്ട് കയറാൻ പോവുക. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനം കേട്ടതാണ്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വാക്ക് മാത്രം ശ്രദ്ധിച്ചോണം. പുത്രോൽപാദനത്തിനുള്ള ശക്തിയില്ലാത്ത നിർജീവമായി പോയ ഗർഭപാത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞിടെ വലിയൊരു സാക്ഷ്യം കേട്ടു. അതിൻ്റെ വേറൊരാൾ പറഞ്ഞൊരു സാക്ഷ്യമാണ്, നടന്നൊരു സാക്ഷ്യമാണ്. അതിൻ്റെ അകത്ത് കേട്ടൊരു സംഭവം, യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞ ഒരു സഹോദരി, ഒരിക്കലും ഇനി കുഞ്ഞുണ്ടാകത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് വരുന്ന ഒരു സഹോദരി, അത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന സഹോദരി കർത്താവിൻ്റെ അനുഗ്രഹത്താൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇത് കേട്ടവർക്കെല്ലാം സംശയമായിരിക്കും. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് കാണുന്നവൻ്റെ കണ്ണിന് പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, പുത്രോൽപാദനത്തിനുള്ള ശക്തി. അതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ലാഞ്ഞിട്ടും ദൈവത്തിൻ്റെ ശക്തിയാൽ അത് പ്രാപിച്ചു. അപ്പൊ വീണ്ടും നമ്മുടെ അകത്തൊരു സംശയം ഉണ്ടാവും. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പരിചിതമായ ഒരു വാക്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ആ വാക്യം, 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇത് ആരെക്കുറിച്ചാണെന്നറിയാവോ? ആരെക്കുറിച്ചുള്ള പ്രവചനമാണെന്നറിയാവോ? നമുക്ക് നല്ല പോലെ അറിയാം. അപ്പൊ ഇവിടെ നമുക്കറിയാം, പലവട്ടം ഈ വചനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഈ സൃഷ്ടിക്കുക എന്നുള്ള വചനം വരുമ്പോൾ ഈ വാക്യങ്ങൾ ഇല്ലാതെ കഴിയത്തില്ല. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം തുടക്കത്തിൽ നമ്മൾ കേട്ടു, പുത്രൻ ഉൽപാദനത്തിന് ശക്തിയില്ലാത്ത ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായി. 2, കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ തലമുറയുണ്ടായി. 2 കാര്യം ശ്രദ്ധിച്ചോണം. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ 2 സ്ഥലത്തും ഒരു പ്രത്യേക ഒരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ 2 സ്ഥലത്തും ഒരു പ്രത്യേക വാക്കുണ്ട്. ഒരേപോലെയുള്ള ഒരു വാക്ക് അവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് 2 സ്ഥലത്തും ഇല്ല, പകരം ഒരു വാക്കുണ്ട് അവിടെ. ശക്തി എന്നൊരു വാക്ക് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയോണം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇവിടെ ലൂക്കോസിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത്യുന്നതന്റെ ശക്തി, എന്റെ കൂടെ പറഞ്ഞാട്ടെ, ശക്തി.
അത്യുന്നതന്റെ ശക്തി. അത്യുന്നതന്റെ ശക്തി ആമേൻ. ശക്തി ശക്തിയുടെ പ്രത്യേകത ഞാൻ പറയാം. ഈ ശക്തിയുടെ പ്രത്യേകതയാണ്, ശ്രദ്ധിച്ചോണം, ഈ ശക്തിയുടെ പ്രത്യേകതയാണ് മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ശക്തി. അടുത്ത വചനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എബ്രായ ലേഖനം റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17 പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ കഴിയുന്ന ശക്തി. ദൈവത്തിന്റെ ശക്തിയെ പറ്റിയാണ് പറഞ്ഞത്. മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ. അതിന്റെ അർത്ഥം, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെല്ലുന്ന സമയത്ത് അവിടെ വീഞ്ഞുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? വീഞ്ഞ് തീർന്നുപോയി. അവിടെ ഉള്ളത് എന്തുവാ? അവിടെ ഇപ്പൊ ഉള്ളത് എന്തുവാ? ആ കൽഭരണിക്കകത്ത് വെള്ളം. ആ ഉള്ളത് വെള്ളമാണ്. ഇല്ലാത്തത് എന്തുവാ? ഇല്ലാത്തത് എന്തുവാ? വീഞ്ഞ്. വീഞ്ഞ്. അവിടെ വേണ്ടത് എന്തുവാ? വീഞ്ഞ്. വീഞ്ഞതാ. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്തുവാ? ദൈവത്തിന്റെ പ്രത്യേകത എന്തുവാ? ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണോ? ഇല്ലാത്തതിനെ ഉള്ളത് വരുത്തി. ആമേൻ. അങ്ങനെ വിളിച്ചു വരുത്തണമെങ്കിൽ എന്തു വേണം? ശക്തി വേണം. എന്തു ശക്തി വേണം? സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. സൃഷ്ടിക്കുവാൻ, പരിശുദ്ധാത്മ ശക്തി എന്ന് പറയല് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. ഇന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം അതാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. ആമേൻ. സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. ഇവിടെ 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 പറയുകയാണ് പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. ഇപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മേൽ അത്യുന്നതന്റെ ശക്തി വരും. ഈ ശക്തിയുടെ പ്രത്യേകത എന്തുവാ? ഇത് മരിച്ചവരെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. ആമേൻ. അപ്പൊ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവശക്തിയും വെച്ചോണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത് മുഴുവനും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അകത്ത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ദൈവശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ പലപ്പോഴും പല രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നീട് അവർ വന്ന് സാക്ഷ്യം പറയും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആ രോഗത്തിന് കാരണമായി എടുത്തു മാറ്റി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് രോഗം മാറിയെന്ന. അല്ല, ആ രോഗം മാറുകയല്ല. യഥാർത്ഥത്തിൽ ആ കേടായിരിക്കുന്ന ഒരു അവയവം ഉണ്ടല്ലോ, അതിനെ രോഗമാക്കി വെച്ചിരിക്കുന്ന ഒരു അവയവം ഉണ്ടല്ലോ, സൗഖ്യമായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? അവിടെ പുതിയതുണ്ടായി വരിക. നമ്മൾ ചിന്തിക്കും ആ അവയവം നന്നായെന്നല്ല, ആ അവയവം ദൈവം പുതിയത് സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ. അങ്ങനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്വഭാവമാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള ദൈവം. ആമേൻ. അപ്പൊ ഈ ശക്തിയാണ് ഒരു വിശ്വാസിക്ക് ദൈവം തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്നോ അത് പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. പോയി വൈകുന്നേരം ഉച്ചയ്ക്ക് വരുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ജോലിക്ക് പോകുന്ന ഈ പരിപാടിയിൽ ഓരോ ദിവസം എണീക്കുമ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന വിഷയങ്ങളുടെ മേലേക്ക് നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ അവിടെ സൃഷ്ടിക്കപ്പെടും. ആമേൻ. നമ്മുടെ വേദനകളെ നോക്കിയിട്ട് വിളിച്ചു പറ, ആ രോഗ അവസ്ഥയോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എൻ്റെ കേടായ അവയവങ്ങൾ പുതിയത് യേശുവിന് അത് സൃഷ്ടിക്കപ്പെടുന്നു, അത് പുതിയതുണ്ടായി വരട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടായി വരും. നിങ്ങളുടെ പറയുന്ന ആളുടെ മിടുക്കല്ല, പകരം നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ രോഗിയായിരിക്കുന്നതാണോ അതോ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? മുടന്തൻ എന്താ സംഭവിച്ചത്? നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിച്ചു. നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി എന്നാണെന്നറിയോ? നിങ്ങളുടെ സൗഖ്യമാണ്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ സമാധാനമാണ്. ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് നിങ്ങളുടെ ഉയർച്ചയാണ്. ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സാക്ഷികളായി അനുഗ്രഹമായി തീരണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെയാണ് ഇതിന്റെ ഉത്തരം കിടക്കുന്നത്. ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് കർത്താവിലുള്ള നമ്മുടെ സമർപ്പണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയായിരിക്കും പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ എന്താ അതിനു വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിലുള്ളൊരു ഉത്തരം പറ.
വിശ്വസിച്ച ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകത യേശു പറഞ്ഞു, ജീവജലത്തിന്റെ നദിയാണ്. ജീവജലത്തിന്റെ കുളവെന്നല്ല പറഞ്ഞത്, ജീവജലത്തിന്റെ വെള്ളമെന്നല്ല പറഞ്ഞത്, നദിയാണ്. ഈ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നദിയുടെ കരയിൽ ഇരുന്നു കൊണ്ട് നദി ആസ്വദിക്കാം. നദിയുടെ പ്രത്യേകതയാണ്. ഒരു നദിയുടെ കരയിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാം, ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അത് നിങ്ങൾക്ക് വേണം അതിൻ്റെ കരയിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ കാലും കൈയൊക്കെ കഴുകാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നദിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലേക്ക് മുങ്ങുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി ഒരു നദിയിലേക്ക് മുങ്ങിയാൽ, നിങ്ങളിപ്പോൾ ഒരു നദിയിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ കരയിൽ നിന്ന് നിങ്ങൾ കാല് കഴുകിയാൽ, കൈ കഴുകിയാൽ, മുഖം കഴുകിയാൽ നിങ്ങളെ എല്ലാവർക്കും കാണാൻ പറ്റുമോ? നിങ്ങൾ അതിൻ്റെ നദിക്കരയിൽ ഇരുന്നുകൊണ്ട് നദി കാണത്തില്ലേ? നിങ്ങൾ നദിക്കരയിൽ ഇരുന്നുകൊണ്ട് കൈയും കാലും മുഖം കഴുകിയ നിങ്ങളെ നാട്ടുകാർക്ക് കാണാൻ പറ്റുമോ? കാണും. നിങ്ങൾ ആ നദിയിലോട്ട് എടുത്ത് ചാടി മുങ്ങിയാൽ നിങ്ങളെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണില്ല. പിന്നെ നല്ല ഒഴുക്കുള്ള നദിയാണെങ്കിൽ, നിങ്ങളെടുത്ത് ചാടുന്ന സമയത്ത് നല്ല ഒഴുക്കാണെങ്കിൽ നിങ്ങളെ പിന്നെ ആരെങ്കിലും കാണുമോ? അതിന് എന്താ അവിടെ സംഭവിക്കുന്നത്? ആ നദി എന്ത് ചെയ്യും? നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകും. അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിന്നും നദിയുടെ കൺട്രോളിലേക്ക് നിങ്ങളുടെ ശരീരം വരുന്ന ഒരു തലമാണ് ഒഴുക്കിൽ പെട്ടുപോവുക എന്ന് പറയുന്നത്. അതായത് ഒരു കരയിൽ നിന്ന് കാല് കഴിയാൽ ഒരിക്കലും നദിക്ക് നിങ്ങളെ ഒഴുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ചൂണ്ടയിട്ടാൽ ഒഴുക്കാൻ പറ്റത്തില്ല. ആ നദി കണ്ട് ആസ്വദിച്ചാൽ നദിക്ക് നിങ്ങളെ ഒഴുക്കാൻ പറ്റത്തില്ല. ആ ഒഴുക്കുള്ള നദിയിൽ എപ്പോഴാണോ നിങ്ങൾ മുങ്ങുന്നത്, ആ നിമിഷം മുതൽ നദി നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. നിങ്ങൾ എത്ര കൈയിട്ടടിച്ചാലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നദിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് നമ്മൾ ചെയ്യേണ്ടത് സമർപ്പണം എന്ന വാക്ക്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ, കർത്താവെ അങ്ങ് എന്നെ കൺട്രോൾ ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിടുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും അപ്പോസ്തല പ്രവൃത്തി ഒരു അതിശയമാണ്. ഇന്നും എപ്പോൾ വായിച്ചാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത്, ഞാൻ ആ വാക്യം വായിക്കാം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇന്ന് ഞാൻ വളരെ സൈലൻ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചകത്തോട്ടാണ്. സൃഷ്ടിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകണം. എൻ്റെ ജീവിതം, എൻ്റെ കൂടെ പറഞ്ഞാൽ പുതിയ അവയവങ്ങൾ എനിക്ക് ഉണ്ടായി വരും എന്ന് പറ. പുതിയ അവയവങ്ങൾ എനിക്ക് ഉണ്ടായി വരും. ആമേൻ. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ തന്നെ പറ, പുതിയ അവയവങ്ങൾ എനിക്ക് ഉണ്ടായി വരും എന്ന് പറ. എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഈ ദിവസങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ഇനി നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണം. ഇവിടെയാണ് ഈ ഒഴുകുക എന്നുള്ളതിൻ്റെ, പരിശുദ്ധാത്മാവിൽ ഒഴുകുക എന്നുള്ളത് എന്താന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കം മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പെന്തക്കോസ്ത് നാള് വന്ന സമയത്ത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, പെട്ടെന്നൊരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ശ്രദ്ധിച്ചോണം, നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞവരായിക്കട്ടെ. നിറഞ്ഞവരായി. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കണം ഈ ചിത്രം. നദിയിൽ ഇറങ്ങുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? നമ്മുടെ മേലേക്ക് നിറയും. യേശു പറഞ്ഞു ജീവജലത്തിന്റെ നദി എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിൽ മുങ്ങി. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യഹൂദരിൽ നിന്നും വന്നു പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം എന്തെന്ന് അവർ ഉണ്ടായപ്പോൾ പുരുഷാരം കൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. അതായത് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ ശ്രദ്ധിച്ചോണം, ആത്മാവിൽ നിറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇനി 11-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചോണം.
നീ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. എല്ലാവരും പരിഭ്രമിച്ചു ചഞ്ചലിച്ചു. എന്തായിരിക്കും തമ്മിൽ പറഞ്ഞു. ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. ഈ വീഞ്ഞു കുടിച്ച്, നമുക്കറിയാം വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എങ്ങനെ നടക്കുന്നത്? സ്റ്റഡി ആയിട്ട് നടക്കുവോ അതോ എക്സിക്യൂട്ടീവ് ആയിട്ട് നടക്കുവോ? അവരെന്ത് ചെയ്യും? അവര് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ചോദിക്കും നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. അതിന് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നിന്റെ നടപ്പിൽ എന്തോ ഒരു വ്യത്യാസം. ഇവിടെ ഇവര് പറയുകയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവര് പറയുകയാണ് ഇവര് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്ന പോലെ. അതിന്റെ അർത്ഥം ഇവർക്ക് ഒരു വെള്ളത്തിൽ മുങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം നമുക്കുണ്ടാകത്തില്ലേ? നീന്തൽ അറിയാത്തൊരു വ്യക്തി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളം. നമ്മൾ ഓർക്കത്തില്ല ഇയാൾ എന്തുവാ കിടന്ന് കാണിക്കും. നിങ്ങളിപ്പോൾ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്ന ഒരു വ്യക്തി കൈയിട്ടടിക്കുന്നതും കാലിട്ടടിക്കുന്നതും കണ്ട് നമുക്ക് പറയത്തില്ല മരണ വെപ്രാളം പോലെ. സാധാരണ കയ്യും കാലും ഒക്കെ പൊക്കി ഹായ് ബായ് പറയുന്ന ആളിപ്പോ കാറിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടയ്ക്കുക. അതിന്റെ അർത്ഥം അബ്നോർമലായിട്ട് പെരുമാറുക. നോർമൽ അല്ലാതെ പെരുമാറുക. ഇവിടെ വീഞ്ഞു കുടിച്ചു മത്ത് പിടിച്ചിരിക്കുന്നു പറയും. അതിന്റെ അർത്ഥം പത്രോസ്ലീഹയ്ക്ക് ആഗ്രഹമുണ്ട് ഇതൊന്ന് നിർത്താൻ. പക്ഷെ പത്രോസ്ലീഹയുടെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ആമേൻ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിന്റെ നിയന്ത്രണം, മനസ്സിന്റെ നിയന്ത്രണം, ചിന്തകളുടെ നിയന്ത്രണം ഒക്കെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ഇതാണ് ആത്മാവിൽ ചലിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മനുഷ്യനെ നോക്കിയിട്ടല്ല, പരിശുദ്ധ ആത്മാവ് യേശുവിൽ വിശ്വസിക്കുന്ന എന്നെ നടത്തും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധ ആത്മാവ് എന്നെ നടത്തും. ആളുകൾ എന്തു പറയുന്നുള്ളത് എൻ്റെ വിഷയമല്ലെന്ന് പറയും. ആമേൻ. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ പറയാണ് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞ ഉടനെ പത്രോസ്ലീഹ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്, യഹൂദ പുരുഷന്മാരെ, പാർക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചിരിക്കുകയല്ല. പകൽ 3 മണി നേരമല്ലേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ അരുളിച്ചതുപോലെ ഞാൻ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. അവിടെ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ തന്നെ അവിടെ ശ്രദ്ധിച്ചോണം, അസാധാരണമായ കാര്യങ്ങളെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനൊരിക്കലും പ്രവചിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനൊരിക്കലും ദൈവത്തിന്റെ ദർശനം കാണാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ ഒരിക്കലും അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യന് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധ ആത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. ഇങ്ങനൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ നദിയിൽ മുങ്ങണം. ഹല്ലേലൂയ. ഈ നദിയിൽ മുങ്ങുന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധിച്ചോണം. അങ്ങനെ സാറായി വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതിന്റെ അർത്ഥം കർത്താവേ നീ ചെയ്യും, നിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് അവർ ഉറച്ചു. ലൂക്കോസ് ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നു, ദൂതൻ പറയുകയാണ്, മറിയത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ശക്തി നിന്റെ മേൽ വരും. ശ്രദ്ധിച്ചോണം, ശക്തി വന്നാൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന് അനുവദിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ നടത്തണം എന്ന് എപ്പോഴും പറയണം. അങ്ങയുടെ ശക്തിയാൽ എന്നെ നടത്തണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നടത്തണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നടത്തണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ കൊണ്ടുപോകണം എന്റെ അർത്ഥം. എന്റെ അർത്ഥം കൈയിട്ടടിച്ചാലും കാലിട്ടടിച്ചാലും എനിക്കിനി രക്ഷയില്ല, എന്നെ അങ്ങ് കൊണ്ടുപോകണം. മനസ്സിലാകുന്നുണ്ടോ? ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയുള്ള ഗുണം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മനുഷ്യർക്ക് നിങ്ങളെ കാണുമ്പോൾ അതിശയമായി തീരും. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തെ
ഈ ആത്മനദിയുടെ കരയിൽ നിന്നുകൊണ്ട് കാഴ്ച കാണുന്നവരാകാതെ ഈ പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞേ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇവിടെ പറയുന്നത്, കർത്താവിന്റെ കൂട്ടായ്മ ആചരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത്, പള്ളിയിൽ പോകുന്ന നല്ല കൂട്ടായ്മ, പള്ളിയിൽ പോകുന്ന തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പള്ളിയിൽ പോകുന്ന നല്ല കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള ബന്ധം, കർത്താവിന്റെ വചനവുമായൊരു ബന്ധം, പരിശുദ്ധാത്മാവുമായൊരു ബന്ധം, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. എങ്ങനെ ഈസി ആയിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് കർത്താവ് അത് തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ സാക്ഷ്യങ്ങൾ ആദ്യം കേട്ടതല്ലേ, ഇന്നലെയൊക്കെ നമ്മൾ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുക. ആമേൻ. അപ്പൊ ഈ സാക്ഷ്യം നടക്കുന്നത് എവിടെ നിന്നറിയാവോ? ഉയരത്തിൽ നിന്നാണോ നിങ്ങളുടെ അകത്തു നിന്നാണോ? ഞങ്ങളുടെ അകത്തുനിന്ന് നിങ്ങളുടെ അകത്തുനിന്നാ നടക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി തരാം. നമ്മൾ എപ്പോഴാണെന്നറിയോ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ് അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സാധാരണ? ആലോചിച്ച് പറയണ്ട, പെട്ടെന്ന് പറഞ്ഞു. പ്രതിസന്ധി വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പലപ്പോഴും നമുക്ക് ഈ ഒരു സമർപ്പണ മനോഭാവം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. സമർപ്പണ മനോഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്, എല്ലാ ദിവസവും കർത്താവിനാലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും കർത്താവിലുള്ള അത്ഭുതങ്ങളെ കാണുവാനുള്ളൊരു വാഞ്ചയുള്ളവരായിരിക്കണം. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഓരോ ദിവസവും എണീക്കുമ്പോഴും നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് അസാധാരണമായ കാര്യങ്ങൾ കാണും. ഞാൻ വീണ്ടും പറയാം, പരിശുദ്ധാത്മാവുള്ള വ്യക്തി ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കുമോ അതോ ഒരു അസാധാരണ വ്യക്തിയെ പോലെ ജീവിക്കുമോ? നിങ്ങൾ പറ. അസാധാരണ വ്യക്തിയെ പോലെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത നമ്മൾ ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യേശു കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കർത്താവ് ചുമ്മാ വചനം പ്രസംഗിച്ച് നടക്കുവല്ല. കർത്താവ് എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെയും ദൈവത്തിന്, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, യേശുവിനെ തൊടുവാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാര്യം വചനം പറയുന്നു, ഹീലിംഗ് പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. യേശുവിൽ നിന്നും ദൈവശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക, സൗഖ്യമാക്കുന്ന ശക്തി. ആമേൻ. അപ്പൊ ഓരോ ദിവസവും യേശുവിനെ കാണുമ്പം ഒരു സാധാരണക്കാരനെ പോലെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? നിങ്ങൾ പറ. ഇല്ല. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരെ നിങ്ങൾക്ക് ഇനി ഒരു സാധാരണ മീൻപിടുത്തക്കാരായിട്ട് കാണാൻ പറ്റുമോ? പറ. ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ അവിടെ മീൻപിടുത്തക്കാരനായ ഒരു പത്രോസിനെയോ യോഹന്നാനെയോ കാണാൻ കഴിയത്തില്ല. പകരം പരിശുദ്ധാത്മാവിൽ നടക്കുന്ന, ജീവിക്കുന്ന, പരിശുദ്ധാത്മ പ്രവൃത്തി നടക്കുന്ന ഒരു ശരീരമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ പത്രോസിലേക്ക് ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം നടക്കുന്ന പത്രോസ്ലീഹായിനെ അല്ല. ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഓരോ ദിവസവും കാരാഗ്രഹത്തിന്റെ അകത്തും ദൈവപ്രവൃത്തി, വീടിന്റെ അകത്ത് കയറിയാൽ ദൈവപ്രവൃത്തി, മരണ വീട്ടിൽ ചെന്നാൽ ദൈവപ്രവൃത്തി, ഏത് പട്ടണത്തിൽ ചെന്നാലും ദൈവപ്രവൃത്തി, ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഏതു സമയത്തും കർത്താവിന്റെ പ്രവൃത്തികൾ. കാരണം പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം ഒരു പ്രശ്നം വരുമ്പോൾ പ്രവർത്തിക്കാനല്ല, എല്ലാ ദിവസവും നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ, ഓരോ സെക്കൻഡിലും നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ സകല വിഷയങ്ങളിലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഒരു ഇടം നിങ്ങൾ കൊടുക്കണം. അപ്പൊ മനസ്സിലായി എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുന്നത്? ഇന്നലെ പറഞ്ഞു, അതിന്റെ തുടക്കം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. എന്താ ഞാൻ അനുവദിക്കുക എന്നുള്ളത് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയാം. സൗണ്ട് മ്യൂട്ട് ചെയ്യാത്തവരെ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്യിപ്പിക്കും. ആമേൻ. ഇവിടെ പറയുകയാണ്, സാറായി വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണികയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ സാറായിക്കും അബ്രഹാമിനും കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ? സാധാരണഗതിയിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല. അവരൊത്തിരി ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുകയാണ്, ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് കാണും. എൻ്റെ ഭാഷയിൽ പറയും, അങ്ങനെയൊന്നും പോയിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുക, ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും.
ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവർക്ക് നടക്കുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒത്തിരി മരുന്ന് കഴിച്ചു, ഒത്തിരി ഡോക്ടർമാരെ കണ്ട്, ആരാണ്ട് ഇന്നലെ പറഞ്ഞു അവിടെ ഡോക്ടറുണ്ട്, ഇവിടെ ഡോക്ടറുണ്ട്, ഇവിടെ ചെന്നാൽ പരിപാടി നടക്കും എന്നൊക്കെ പറഞ്ഞ് പലയിടങ്ങളിലേക്ക് ഇവരിങ്ങനെ പോയി പലയിടത്തും നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ആമേൻ. അപ്പോൾ പല സ്ഥലത്തും പോയിട്ട് രക്ഷയില്ല. അവർക്ക് മനസ്സിലായി ഇനി ഒറ്റ പ്രവൃത്തിയേ ഉള്ളൂ, എൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഈ ഗർഭപാത്രം ഞാൻ ആർക്ക് വിട്ടുകൊടുക്കണം? പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നില്ല, പകരം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചേക്കുന്ന ഇങ്ങനെയാണ്. ആ വാക്യം ശ്രദ്ധിച്ചോണം. റോമാ ലേഖനത്തിൽ പറയുന്നു, ഈ വാക്യം ശ്രദ്ധിച്ച്, റോമാലേഖനം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഉള്ളതിനെ ഇല്ലാത്തതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യും. ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ താൻ എല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ ബഹുജാതിക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് ബഹുജാതിക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതിന്റെ അർത്ഥം സാറയുടെ ഗർഭപാത്രം സാറ ദൈവത്തിന് കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൂതൻ കറക്റ്റ് പറയുകയാണ്, ഗർഭപാത്രം, മറിയമേ, നീ ഗർഭപാത്രം ദൈവത്തിന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് ഗർഭപാത്രത്തിന്റെ മേലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിന്റെ അർത്ഥം ആ ഗർഭപാത്രത്തെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? അതിലേക്ക് യേശു ആകുന്ന വിശുദ്ധ ദൈവപുത്രനെ അവിടെ എന്ത് ചെയ്യും? സൃഷ്ടിക്കും. ഇപ്പം മനസ്സിലായോ? നമ്മുടെ ലൈഫിൽ ഒരു വിഷയം വരുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ആ വിഷയത്തോട് പറ, പരിശുദ്ധാത്മാവെ ഞാൻ ഈ വിഷയത്തെ കർത്താവിന് തരിക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ ഈ വിഷയത്തെ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് തരികയാണ്, അങ്ങയുടെ ശക്തിയെ ഞാൻ ഈ വിഷയത്തിന്റെ മേൽ കാണുമെന്ന് പറ. ഈ വിഷയത്തെ ഞാൻ കാണുമെന്ന് പറയുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എണ്ണുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സാറ തന്റെ ഗർഭപാത്രത്തെ ദൈവത്തിന് കൊടുത്തു. ഒരിക്കലും കുഞ്ഞുണ്ടാകാത്ത നിർജീവമായി പോയ ഗർഭപാത്രത്തെ സാറ ദൈവത്തിന് കൊടുത്തു. ഈ ദിവസം എന്ന് പറഞ്ഞ് എൻ്റെ വിഷയത്തെ ഞാൻ പരിശുദ്ധ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. ആമേൻ. ഇത് തന്നെയാണ് ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തി ചെയ്തത്. അവരെന്ത് ചെയ്തു? യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, അവരെല്ലാവരും ഒരുമിച്ച് കൂടി. നോക്കിയ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പൊ അവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവരെ വിട്ടുകൊടുത്തു. അവരുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വരുവാൻ അവർ വിട്ടുകൊടുത്തു. അവരുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പെട്ടെന്ന് വചനം പറയുന്ന പരിശുദ്ധാത്മാവ് അവരുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? ബലം പിടിച്ച് നിൽക്കരുത്. ഈ ദിവസങ്ങളിൽ പറയണം, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ അകത്തുണ്ട്, എൻ്റെ സകല വിഷയത്തെ അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ കഴിയും, ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്ന കർത്താവേ, എൻ്റെ വിഷയത്തെ ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങേക്ക് വിട്ടുതരുന്നു, അങ്ങ് എനിക്ക് ഇതൊരു അത്ഭുതമാക്കി തരും. മനസ്സിലായോ? അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ നമ്മൾ കേട്ടതുപോലെ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളെ ദൈവാത്മാവ് ചെയ്യാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നിർബന്ധം തരും. രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. രാജീവ്, യേശുവിൻ്റെ നാമത്തിൽ. ഈ സൂമിലാണോ, യൂട്യൂബിലാണോ, ഫേസ്ബുക്കിലാണോ എനിക്കറിയത്തില്ല. രാജീവിൻ്റെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. ഇന്ന് കേട്ട വചനപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ച്, സ്വന്തം കൈയെടുത്ത് ശരീരത്തിലോട്ടൊന്ന് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിന് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി പോകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു കാഴ്ച കാണുക. ഇങ്ങനെ ഞാൻ പറയുന്ന ഒരു ശബ്ദം കേൾക്കുക. ഈ 3 സെന്റ് സ്ഥലത്തിൻ്റെ അകത്തുനിന്നും എനിക്ക് അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ജീവിക്കുക.
ഇവിടെ നിന്നിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഈ 3 സെന്റ് എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയും ആ വ്യക്തി. ഓ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു മാറ്റം വേണം, ഒരു മാറ്റം വേണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, വിശാലമായ മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം മാറ്റി. ഭാരത്തോടെ ഇനി പറയരുത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. 3 സെന്റ് കുറവായതുകൊണ്ടല്ല, അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രഷറുകളുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. കർത്താവ് പറയുന്നില്ല, അതിൻ്റെ അകത്ത് വലിയൊരു സമാധാനത്തെ കർത്താവ് ഇറക്കും. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവപ്രവൃത്തി കണ്ടിട്ട് ദൈവം അവിടുന്ന് വിശാലമായ ഒന്നിലേക്ക് കർത്താവ് മാറ്റാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികളായി എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ ആ കരവെച്ചിട്ട് പറ, എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് ഇന്ന് എൻ്റെ രോഗത്തിൻ്റെ മേൽ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കാൻ പോവുക. എൻ്റെ ശരീരത്തിൽ പുതിയ അവയവങ്ങൾ ഉണ്ടാകാൻ പോകുക. എൻ്റെ വേദനയോടെ ഇരിക്കുന്ന അസ്ഥികൾക്കകത്ത് പുതിയ അസ്ഥികൾ സൃഷ്ടിക്കാൻ പോവുക. പുതിയത് വരാൻ പോവുക. പുതിയത് ഇപ്പോൾ സൗഖ്യങ്ങളായത് കാണാൻ പോവുക. ആ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും സൗഖ്യം നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, പുതിയത് ഉണ്ടായി വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവിലുള്ള സമാധാനം, സന്തോഷം, അനുഗ്രഹം നിറയും. ഇന്ന് നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാ. പരിശുദ്ധാത്മാവിനൊന്ന് അനുവദിക്കണം. പരിശുദ്ധാത്മാവെ, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ അങ്ങേ കൊണ്ട് കഴിയും. അങ്ങേക്കത് കഴിയും. അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനത് കാണാൻ പോകുകയാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ അത് സംഭവിക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധ ആത്മാവിനാൽ സംഭവിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കുന്ന കർത്താവേ, തകർച്ചകൾ മാറട്ടെ, അസമാധാനക്കേടുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് നിറയുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ജോലി സംബന്ധമായ ഒരു പ്രശ്നത്തിൽ ഇറങ്ങി ഓടിയാൽ മതി എന്ന വല്ലാത്തൊരു ചിന്തയോടെയാണ് ഭാരപ്പെടുന്നത്. അങ്ങനെ ഒരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി, ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി എന്ന് പറയുന്ന ഒരു സഹോദരി. കർത്താവ് പറയുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ അവിടെ തന്നെ നിന്നെ മാനിക്കും. യേശുവിൻ്റെ നാമത്തിൽ മാനിക്കും, അവിടെ തന്നെ മാനിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പാ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ, ഏറ്റെടുത്താട്ടെ. ഓ യേശുവേ, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇടപെടുക. ശൈലി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ തൊട്ടിട്ട് ആ വ്യക്തി പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. ഞാൻ വാക്ക് കേൾക്കുക. എന്നാൽ ആ വ്യക്തിയെ തന്നെ ദൈവം തൊട്ടിട്ട്, ശൈല എന്ന പേര്, നിങ്ങൾക്ക് വേണ്ടി തന്നെ അനുകൂലമായി കർത്താവ് ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വരുമ്പോൾ ഇങ്ങനെ മ്യൂട്ട് മാറ്റി സംസാരിക്കരുത്. ജിജി സാജു സിസ്റ്ററെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നന്ദി കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങ് സ്പർശിക്കുന്ന കൃപയ്ക്ക് നന്ദി. ഞങ്ങളെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ഈ നിമിഷം തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു, കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അശ്രദ്ധ പിശാചിന് അവസരമാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അശ്രദ്ധ പിശാചിന് അവസരമാക്കി കൊടുക്കരുത്. ആമേൻ. അതാ പറഞ്ഞത്. പല ആൾക്കാർ ഓർത്തിക്കുന്നത് പ്രാർത്ഥന ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോകണം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടിരിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രാർത്ഥന ഓണാക്കി വെച്ചുകൊണ്ട് ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവ് റെഡിയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. പക്ഷെ നമ്മളെ, ബൈബിളിൽ വാക്കുണ്ട്, ദൈവത്തെ മാനിക്കുന്നവന് ദൈവവും മാനിക്കും.
ദൈവസാന്നിധ്യത്തെ നമ്മൾ മാനിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സാക്ഷ്യങ്ങൾ പറയാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യമല്ല, ഇപ്പൊ പറഞ്ഞ കാര്യമാണേ. പറഞ്ഞു. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ 3 സെന്റ് സ്ഥലത്തിന്റെ ഉള്ളിലിരിക്കുന്ന, അങ്ങനെ പറഞ്ഞില്ലേ? അതെ അതെ, അത് എന്റെ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഞങ്ങൾ വളരെ നാളുകളെ ഇവിടുന്ന് പോകണം, താമസം മാറണം. മോനും ചെറുതായിരുന്നപ്പോഴത്തേന് വാങ്ങിച്ച കുടുംബ വീടിനോട് ചേർന്നുള്ളതാ. അപ്പൊ ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും, ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ലെന്ന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇന്നും ആണേലും ഞാനും മോളും പറഞ്ഞു. കാരണം പിള്ളേർക്ക് അങ്ങോട്ടൊരു ജോലിക്ക് പോകാനുള്ള സൗകര്യം മുണ്ടക്കയത്തില്ല. കോട്ടയം പ്രദേശത്താണേല് അതിനൊക്കെ പറ്റുള്ളൂ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് ഒന്ന് ചോദിക്കുക, ക്ഷമിക്കണം. ആ, ഈ 3 ആ. സെന്റ് സ്ഥലത്തിന്റെ അകത്താ ഞങ്ങൾ താമസിക്കുന്നുള്ളത്, ഇത്രയും സ്ട്രഗിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ഇത് പറയുന്നുള്ളൂ, എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ബ്രദറിനെ ഓക്കെ, അറിയത്തില്ല, ഞങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു കാര്യം ഞാൻ ചോദിച്ച വേറെ ഒന്നുമല്ല. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് എപ്പോഴും പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ, ഞാൻ അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ 3 സെന്റ് പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് എത്ര പേര് ഇത് കേട്ടായിരുന്നു? 3 സെന്റ് സ്ഥലം, അത് എടുത്തു പറഞ്ഞു. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറയാതെ, പകരം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ആ 3 സെന്റ് എന്നുള്ള വാക്ക് എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് എന്താ അങ്ങനെ പറയുന്നത്? അതെന്താണെന്നറിയാവോ? കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ഉറപ്പ് തരിക. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാം, ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കുറേ നാളുകളായിട്ട് പറയുന്നു, ഇന്നും കൂടെ അത് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പൊ ഓർത്ത് നോക്കി, വർഷങ്ങൾ ഞങ്ങളിപ്പോ ഇവിടെ മോനിപ്പോ 32 വയസ്സ് കഴിഞ്ഞ്. ഞങ്ങള് ആ സമയത്ത് ഇവിടെ വന്ന് മോനെ നോക്കുന്നതിന് വേണ്ടി കുടുംബ വീടിനോട് ചേർന്ന് വാങ്ങിച്ചതാ. ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാൻ സാധിച്ചിട്ടേ ഇല്ല, ഒട്ടുമില്ല സ്ഥലം. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പൈസ ഉണ്ടായിട്ട് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഹസ്ബൻഡിന്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മരണമൊക്കെ കഴിഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട്. എങ്കിലും ഇതുവരെയും സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നും കൂടെ പറഞ്ഞ കാര്യം ബ്രദർ പറഞ്ഞപ്പോ ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി. ആമേൻ. സങ്കടപ്പെടണ്ട, കർത്താവ് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവിനെ പറ്റിയ. കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ നോക്കി തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവസാന്നിധ്യം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം കയറി തൊടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വിഷയങ്ങളെ ദൈവം കയറി തൊടും, നമ്മുടെ ഭാരങ്ങളെ തൊടും. ആമേൻ. കർത്താവ് ഇന്ന് വലിയൊരു ദൈവം പറഞ്ഞ കേട്ടായിരുന്നല്ലോ, അതിന്റെ അകത്ത് നിന്ന് തന്നെ അനുഗ്രഹത്തെ തുടങ്ങിയിട്ട് വലിയൊരു വിശാലതയിലേക്ക് ദൈവം മാറ്റാൻ പോവാന്നോ. ദൈവം മാറ്റാൻ പോകും. അപ്പൊ നമ്മുടെ ഇതിലേക്ക് എങ്ങനെ മേടിക്കും, എങ്ങനെ സ്ഥലം മേടിക്കും, എങ്ങനെ ജീവിക്കും, ഒന്നും പേടിക്കണ്ട. കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മേൽത്തരമായത് വരാൻ പോവാ. ആമേൻ. പറഞ്ഞു. ജോലി സംബന്ധമായിട്ടുള്ള സഹോദരിയുടെ കാര്യം പറഞ്ഞ് അത് ഞാനാണെന്ന് ഞാൻ ഏറ്റെടുക്കുന്നത്. കാരണം എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു ആക്സിഡന്റ്. ബ്രദറെ, ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ ഒരു സഹോദരി ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു LICയുടെ ഏജന്റ്, അതിന്റെ കൂടെ സ്റ്റാർ ഹെൽത്തിന്റെ ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വർക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഹസ്ബൻഡിന് ഒരു വലിയൊരു ആക്സിഡന്റ് ചെയ്ത് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ വിടുവിച്ചതാ. പക്ഷെ ഇപ്പൊ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇന്നിപ്പോ ഈ പ്രയർ കൂടിയതിനു ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. 2 സഹോദരിമാരും കൂടെ ഈ മീറ്റിംഗ് ലിങ്ക് അയച്ചു കൊടുത്ത് അവര് റെഗുലറായിട്ട് കേറുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ എന്റെ ജോലിയുടെ ഒരു കാര്യം ഓർക്കുമ്പോൾ എന്തായാലും ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് LIC ഏജൻസി കിട്ടിയത്. അപ്പൊ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ന് വൈകിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, നാളെ ഒരു വീട്ടിലോട്ട് പോകണം, സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പോളിസി ഉണ്ട്, പോണം. അവിടെ ആ ഒരു വലിയൊരു പാർട്ടിയുടെ വീട്ടിലാ. ഇനി അവിടെ നിങ്ങളൊന്ന് അവരുടെ കൂടെ ബന്ധപ്പെടുമ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എനിക്ക് ആ ജോലിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി വഴികൾ തുറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ സുവിശേഷ വേലയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനും ദൈവം എന്നെ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ ആലോചന കേട്ടപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ആലോചന ഏറ്റെടുത്ത നിമിഷം മുതൽ ആക്റ്റീവ് ആകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ കർത്താവിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന്
അവിടെ മാതാവ് പറഞ്ഞപ്പം അവിടെ സംഭവിച്ചതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് അനുവദിക്കുക പരിശുദ്ധാത്മാവിനെ. ഈ ദിവസങ്ങളിൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നന്മ ഉറപ്പിച്ചാൽ പറയുന്നത് പുറകെ വരും. നമ്മളിനി നന്മ തേടി പോകേണ്ട, നമ്മുടെ പുറകെ എന്ന് പറഞ്ഞ പോലെ ആമേൻ. വീട്ടിൽ വന്ന ആൾക്കാർ ആമേൻ. പറയുന്ന രീതിയിൽ സ്തോത്രം, ഇനിയും സ്തോത്രം, നന്മകൾ പുറകെ വരും. സ്തോത്രം. അനുഗ്രഹിച്ച് ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ എന്തൊക്കെ ഒരു വിഷയം കൂടെ എനിക്കുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ആക്സിഡന്റ് ക്ലെയിം ബ്ലോക്ക് ആയിരിക്കുക. അപ്പൊ അത് കിട്ടേണ്ട സമയം കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് വരാനുണ്ട്. അത് ഇൻഷുറൻസ് കമ്പനിക്കാർക്കെതിരെ ഇതിനടുത്തിപ്പോ ഹർജിക്ക് കൊടുത്തിരിക്കുക. അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം. തീർച്ചയായും ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം നന്മയെ ഞങ്ങളത് റിലീസ് ചെയ്യുന്നത്, ബ്ലോക്കായി നിൽക്കുന്നതിനെ യേശു തന്ന അധികാരത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു. തുറന്ന് ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. ആ ബ്ലോക്കുകൾ നീങ്ങി ആ നന്മ കയ്യിലോട്ട് വരട്ടെ. യേശു തന്ന അധികാരത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. കർത്താവ് അത് ചെയ്തതിന് നന്ദി. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ. പറഞ്ഞു. ഹലോ. എനിക്ക് ഒരു സംശയമാണ്, അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എപ്പോഴും ഞാൻ ഈ വചനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വായി വരുന്ന കോട്ടായ വന്നുകൊണ്ടിരിക്കും, കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു മാറ്റി. ഇപ്പോഴും അതേ തന്നെ. എത്രത്തോളം ബ്രദറിന്റെ വചനങ്ങൾ ഏറ്റ് ഞാൻ പറയുന്നു, അത്രത്തോളം അങ്ങനെ എനിക്കൊരു ഇത് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അല്ല, ഞാൻ ബ്രദറിന്റെ വചനം പറയുമല്ലോ, ഏറ്റു പറയാൻ വേണ്ടിട്ട് ബ്രദർ പറയില്ലേ, അപ്പൊ ഞാനത് ഇങ്ങനെ കേട്ടോണ്ട് പല എപ്പിസോഡ് നമ്മളത് കേട്ടോണ്ടിരിക്കും. എത്രത്തോളം കേൾക്കണോ അത്രത്തോളം എനിക്ക് കോട്ടവായി വന്നോണ്ടേയിരിക്കും. കണ്ണിൽ അത്ര വെള്ളം നിറഞ്ഞു വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് അതെന്താണെന്ന് അറിയില്ല. എപ്പോഴും ഉള്ളതാണ് വചനം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആ വചനം കർത്താവ് ഇന്ന് പ്രിയ മകൾക്ക് പറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബലം വ്യാപരിക്കട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വചനത്താൽ ഫലം കായ്ക്കട്ടെ. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വചനം നിറയട്ടെ, വചനത്തിൻ്റെ ശക്തി നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിലെ ശരീരത്തിൻ്റെ മേലുള്ള എല്ലാ അസ്വസ്ഥതകളും, ബുദ്ധിമുട്ടും, ക്ഷീണങ്ങളും വിട്ടുമാറട്ടെ. ബലമുണ്ടാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ്. പറഞ്ഞു. ബ്രദറെ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ബ്രദറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. ഞാൻ യൂട്യൂബിലൂടെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഈ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇന്ന് സൂമിൽ കയറുന്നത്. അപ്പൊ ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് UK പോകാൻ വേണ്ടി ഒരു അവസരമൊക്കെ റെഡിയായി. ഞാൻ ഇവിടെ ഗവൺമെന്റിലായിരുന്നു. ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ നിയമങ്ങൾ മാറിയത് കാരണം ഇപ്പം അത് വിഡ്രോ ചെയ്തു എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പം ഞങ്ങള് വിസയെല്ലാം കഴിഞ്ഞു, കുഞ്ഞുങ്ങളാണേലും സ്കൂളിലെ പോക്കെല്ലാം നിർത്തി. അങ്ങനെ ഞങ്ങള് ഹസ്ബൻഡിനാണേലും ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ ഞങ്ങള് 4 പേരും ഇങ്ങനെ വിസ ഈ മാസം കൊണ്ട്, ആക്ച്വലി പിള്ളേരുടെ വിസ കഴിഞ്ഞു, എന്റെ വിസ ഈ മാസം അവസാനം കഴിയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകണമെന്നുള്ള ഒരു ഇത് ആയതുകൊണ്ട് ജോലി പിന്നെ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു വളരെ വല്ലാത്തൊരു സാഹചര്യം അറിയാമല്ലോ, ദുബായിലൊക്കെ വേറൊരു വിസ കിട്ടാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. അപ്പം ആ വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാസ്റ്റർ മെസ്സേജ് ഞങ്ങൾ കേട്ടിരുന്നു, ഈ വചനമാകുന്ന മരുന്ന് കഴിച്ചാൽ സൗഖ്യമാകുന്നു. അങ്ങനെ എൻ്റെ കൈക്ക്, ഞാൻ ഡയബറ്റിക്കാ, അപ്പം ഞാനാണെങ്കിൽ എൻ്റെ കൈക്ക് ഒരു ചെറിയൊരു മുള്ളു കൊണ്ടതുപോലെ എന്തോ ഒരു മുറിവ് പോലെ വന്നു നഖത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ അന്നത്തെ ആ മെസ്സേജ് കേട്ടിട്ട് ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ട് അത് ഹീലായി. അങ്ങനെ ഒരു വലിയ സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പ്രിയമാക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. കർത്താവിന്റെ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ മുറിവിനെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് ഉണക്കി പ്രിയമക്ക് സൗഖ്യം കൊടുത്തല്ലോ. അവരുടെ യാത്രയ്ക്ക് കർത്താവ് നിയമങ്ങൾ മാറി നിൽക്കുന്ന ഈ സമയത്ത് കർത്താവ് നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയട്ടെ. കർത്താവ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് പ്രിയമകൾ പ്രാർത്ഥനയെ പങ്കുചേരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കൃപ അവിടെ ഉണ്ടാകട്ടെ. അങ്ങയുടെ കൃപ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം വിശാലമായ ദൈവത്തിൻ്റെ കരം പ്രിയമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കട്ടെ.
നമ്മുടെ കർത്താവ് പറയുന്നു, ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില വഴികളെ തുറക്കുവാൻ ദൈവം ആ ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ പോവാ. ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. എനിക്ക് ആ വ്യക്തിയെ അറിയത്തില്ല, പക്ഷെ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഫിലിപ്പിനെ ദൈവം തൊടും, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചില കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അത് എഴുതി വെച്ചോണം കേട്ടോ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ ദിവസങ്ങളിൽ വലിയൊരു വിശാലത ദൈവം തരാൻ പോവുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എത്ര കണക്ക് കൂട്ടിയിട്ടും എത്ര ശ്രമിച്ചിട്ടും ഒത്തുവരാൻ കഴിയാത്ത ഒരു വശത്തു നിന്നും തുടങ്ങുമ്പോൾ മറുവശത്തു നിന്നാൽ നന്മ വരുന്നുണ്ട്, പക്ഷെ അത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയാതെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം. പല പ്ലാനുകളും ചെയ്തു, പക്ഷെ പ്ലാനുകളെല്ലാം മാറിപ്പോയി. ഒരു 6 വർഷമായിട്ട് പലതും ശ്രമിച്ചു, പല പ്ലാനുകൾ വിട്ടു, അതൊക്കെയും തള്ളിപ്പോയി. ലൈഫിൻ്റെ അകത്ത് പലവട്ടം ചോദിച്ചു, കർത്താവെ ഇത്രയും ഞങ്ങൾ വിശ്വസിച്ചും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാമെന്ന് പലവട്ടം ചോദിച്ചു. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം വിശാലമായ ചോദ്യങ്ങൾ ദൈവം കേട്ടു കേട്ടോ. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആദ്യ പിടിച്ച് എണീറ്റ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് ആദ്യ പിടിച്ച് ഞെട്ടി എണീക്കുമല്ല, ആദ്യ പിടിച്ച് എണീറ്റിട്ടുണ്ട്. പല സമയങ്ങളിൽ എണീറ്റു. എന്നാൽ കർത്താവ് പറയുന്നില്ല, അതിൻ്റെ മേൽ ദൈവം ഒരു വഴി തുറക്കും. ഞാൻ കാണുന്ന ഒരു കാഴ്ച, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവാത്മ കുടുംബത്തിൽ എന്നെ കാണുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരിയെ ഞാൻ കാണുന്നത് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ 2 പേരോട് എഴുതി വെച്ചോണം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഫിലിപ്പും, 2 ലിസി എന്ന് പറഞ്ഞ ഒരാൾ എഴുതി വെച്ചോണം. കർത്താവ് ഇന്ന് ആ 2 വ്യക്തികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ചെയ്യും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഒറ്റ മിനിറ്റ്, എനിക്ക് നാളെ ഇപ്പൊ ഈ പറഞ്ഞ അവിടുന്ന് NWL നോർത്ത് വെസ്റ്റ് ലണ്ടൻ എന്ന് പറയുന്ന ആ റിക്രൂട്ട്മെന്റ് ഏജൻസി നാളെ എന്നോടൊന്ന് പേഴ്സണലി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ സൂമിലൂടെ എനിക്ക് നാളെ UK ടൈം 6 PM പിന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വിഷയം ഒന്ന് പ്രത്യേകം ഓർത്ത് അവര് അതിന് അനുകൂലമായി പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും കേട്ടോ. കർത്താവിനെ കാണിച്ചത് 6 വർഷമായിട്ട് നിങ്ങളുടെ സ്ട്രഗിളുകളെ ദൈവം മാറ്റാൻ പോവാ. അങ്ങനെ സിസ്റ്റർ അനുഭവിക്കുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ട് ബ്രദറെ. ഞങ്ങള് ഒരു 6 വർഷമായിട്ട് ഞങ്ങൾക്ക് നാട്ടിലൊരു വീട് ഞങ്ങൾ ഇവിടുന്ന് ലോൺ എടുത്ത് വാങ്ങിച്ചായിരുന്നു. അത് ജപ്തിയായി പോയി, കംപ്ലീറ്റ്ലി പോയി. 1 കോടിയുടെ ഒരു സ്ഥലമായിരുന്നു, അത് കംപ്ലീറ്റ്ലി പോയി. ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതൊരു 6 വർഷമായി. കറക്റ്റ്. കർത്താവ് അതിൻ്റെ അകത്ത് എല്ലാം വലിയ നീക്കുപോക്ക് ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒന്നും ഭാരപ്പെടേണ്ട, കർത്താവ് പുതു വഴികളെ തുറക്കും. ധൈര്യത്തോടെ കേട്ടോ. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ തരുന്ന ദൈവ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ഇനിയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ബ്രദറെ പറഞ്ഞു. ജോസഫ് ബ്രദർ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവിന്റെ നിറവായിരുന്നല്ലോ. അനേകർക്ക് നമ്മുടെ ഈ കൂട്ടായ്മ പോലെ അനേകർക്ക് സൗഖ്യവും മറ്റേ ഭൗതികവും ആത്മീയമായ നിറവുകളൊക്കെ കിട്ടുന്നുണ്ട്. അത് ദൈവത്തിന് നമ്മളെ ഒരുമിച്ച് നന്ദി പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൽ സ്തുതിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അനേകരിലേക്ക് ഈ പ്രാർത്ഥനയുടെ ലിങ്കുകൾ അയക്കുക. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ആ സഹോദരി യൂട്യൂബിൽ കണ്ടു കയറി വന്നതാണ്. ഇന്ന് ആ സഹോദരിയുടെ ജീവിതത്തെ 6 വർഷം, എനിക്കറിയത്തില്ല സിസ്റ്റർ, ആദ്യമായിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത്? ആദ്യമായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് ഈ 6 വർഷം മുമ്പ് ഉണ്ടായ വിഷയം എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യ പിടിച്ചെണീക്കുന്ന അവസ്ഥ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കി, ഇങ്ങനെ അനേകരിലേക്ക് സുവിശേഷം എത്തുക. ഞാൻ എന്ന വ്യക്തിയല്ല, യേശുവാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ തകർച്ചയല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, നമ്മുടെ ഉയർച്ചയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളെ അനേകർക്കൊരു സാക്ഷി, ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന്, യേശുക്രിസ്തു ജീവനോടെ ഉണ്ടെന്ന് ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അതിനാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു വിശ്വാസിയായ ക്രിസ്ത്യാനിയായി നടക്കാൻ വേണ്ടിയല്ല. യേശു ജീവിക്കുന്നു. എങ്ങനെ അറിയണം? എന്നിലൂടെ ലോകത്ത് കാണണം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പറയണം, ജീസസ് ഈസ് എലൈവ്, യേശു ജീവിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് പറയണം, ഞാൻ തെളിയിക്കും നിങ്ങളിൽ ഞാൻ ഉണ്ടെന്ന്. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വലിയ പ്രവൃത്തികളെ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുന്നു. തുടക്കം മുതൽ ഈ അവസാനം വരെ വചനത്തിലൂടെയും അത്ഭുതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രവചനാത്മാവിലൂടെയും കൃപാവരങ്ങളിലൂടെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ മുന്നോട്ട് ഇനിയും, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തിന് കേട്ടു, നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി കേട്ടു, സ്പിരിച്വൽ സ്ട്രെങ്തിനെ പറ്റി കേട്ടു. ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മാവിൽ എങ്ങനെയാണ് നിറയുന്നത്, ആത്മാവിൽ എങ്ങനെ നടക്കുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വരും ദിവസങ്ങളിൽ ആത്മാവിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് നടക്കാം, പരിശുദ്ധാത്മാവിൽ എങ്ങനെ മുന്നോട്ട് പോകാം. അതിനുശേഷം ഞാൻ തുടക്കം നമ്മൾ പറഞ്ഞു വെച്ചൊരു വിഷയം ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. അതും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ അത് തുറക്കാൻ വേണ്ടി പോവുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഒരു കഴിവതും നിങ്ങൾ സൂമിൽ തന്നെ നേരിട്ട് ലൈവിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ.